ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻസ് ഓഫ് കമ്പനീസ് ആക്റ്റാണ്. അതിൽ ഡിവിഡൻറ്റ് 1.3 ചാപ്റ്ററാണ്. മൊഡ്യൂൾ 1-ലെ 1.3 ഡിവിഡൻറ്റ് കമ്പനീസ് ആക്ട് 2013. ഡിവിഡൻറ്റ് എന്താ നമുക്ക് നോക്കാം. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിക്കും ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യും. ആ ഡിവിഡൻറ്റിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷന് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഡിവിഡൻറ്റ് ഫൈനൽ ഡിവിഡൻറ്റ് ഉണ്ട്, ഇൻ്ററിം ഡിവിഡൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഡിവിഡൻറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഉണ്ട്. ഡിവിഡൻറ്റ് ഫേസ് വാല്യൂവിൻ്റെയും അതേപോലെ തന്നെ നോമിനൽ വാല്യൂവിൻ്റെയും പെർസെൻറ്റേജിൻ്റെ മുകളിലാണ് ഡിക്ലെയർ ചെയ്യുക. ഇനി നമുക്ക് ഡിവിഡൻറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡിവിഡൻറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 35 പറയുന്നതെന്ന് വെച്ചാൽ ദ ടേം ഡിവിഡൻറ്റ് ഇൻക്ലൂഡ്സ് എനി ഇൻ്ററിം ഡിവിഡൻറ്റ്. ജസ്റ്റ് നോക്കിയാൽ മതി, ഡെഫിനിഷൻ പഠിച്ചാൽ മതി, അതിൻ്റെ മുകളിലായിട്ട് ഒന്നുമില്ല. ഇനി അടുത്തത് ഫൈനൽ ഡിവിഡൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അത് റെക്കമെൻഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും, അപ്രൂവ്ഡ് ബൈ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് ഈ റെക്കമെൻഡ് ചെയ്തതിനെ അപ്രൂവ് ചെയ്യും. അങ്ങനെയാണ് ഈ ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുക. ഈ റെക്കമെൻഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിന് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് എന്ന് പറയും. അതേമാതിരി ഈ അപ്രൂവലിന് ഫൈനൽ ഡിവിഡൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ റെക്കമെൻഡ് ചെയ്ത ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ മെമ്പേഴ്സിന് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഫൈനൽ ഡിവിഡൻറ്റ്. 7 പോയിൻറ്റ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ഓൺലി റെക്കമെൻഡ് ദ ഫൈനൽ ഡിവിഡൻറ്റ്, ക്യാൻ ഡിക്ലെയർ ഫൈനൽ ഡിവിഡൻറ്റ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ, അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. ഡിക്ലെയർ ചെയ്യുന്നത് മെമ്പേഴ്സ് അപ്രൂവ് ചെയ്യുമ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ്, മെമ്പേഴ്സ് ക്യാൻ ഓൺലി ഡിക്ലെയർ ഫൈനൽ ഡിവിഡൻറ്റ് ഓൺലി വെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്പേഴ്സിനത് ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ, ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഇനി അടുത്ത് മൂന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് വെച്ചാൽ മെമ്പേഴ്സ് കനോട്ട് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് റെക്കമെൻഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത റേറ്റ് ഉണ്ടല്ലോ, അതിനെക്കാട്ടിൽ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മെമ്പേഴ്സിന് കൂട്ടാൻ കഴിയില്ല, വേണമെങ്കിൽ കുറക്കാൻ പറ്റും. അത് പറയുന്നത് ടേബിൾ Fലെ റെഗുലേഷൻ 80-ലാണ്. നാലാമത്തെ പോയിൻറ്റ്, ബട്ട് മെമ്പേഴ്സ് ക്യാൻ റെഡ്യൂസ് ദ റേറ്റ്. അവർക്ക് മെമ്പേഴ്സിന് എന്ത് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തതിൻ്റെ പെർസെൻറ്റേജിനേക്കാൾ കുറവ് അവർക്ക് എന്ത് ചെയ്യാൻ, റേറ്റ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിൻറ്റ്, എനി പ്രൊവിഷൻ ഇൻ ആർട്ടിക്കിൾസ് എംപവറിംഗ് മെമ്പേഴ്സ് ടു ഡിക്ലെയർ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ദാൻ റെക്കമെൻഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് വോയിഡ്. അതായത് ആർട്ടിക്കിളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് എന്താ പറയുക, മെമ്പേഴ്സിന് കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റേറ്റ് കൂട്ടാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആറാമത്തെ പോയിൻറ്റ് പറയുന്നത്, ഡിവിഡൻറ്റ് വിൽ ബി പെയ്ഡ് ഓൺ പെയ്ഡ് അപ്പ് വാല്യൂ. പെയ്ഡ് അപ്പ് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിവിഡൻറ്റ് കൊടുക്കുക. ഏഴാമത്തെ പോയിൻറ്റ്, ഡിവിഡൻറ്റ് കനോട്ട് ബി പെയ്ഡ് ഓൺ കാൾസ് ഇൻ അഡ്വാൻസ്. അതായത് കാൾസ് ഇട്ട അഡ്വാൻസിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റില്ല, ഫൈനൽ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റില്ല. പറയുന്നത് സെക്ഷൻ 51-ലാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കുക, പ്രൊവിഷൻ റിലേറ്റഡ് ടു ഫൈനൽ ഡിവിഡൻറ്റ്. ഒന്നാമത്തെ പോയിൻറ്റ് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫൈനൽ ഡിവിഡൻറ്റ് റെക്കമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ, ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. മെമ്പേഴ്സിന്
ഫൈനൽ ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തതിനേക്കാളും റേറ്റ് മെമ്പേഴ്സിന് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ടേബിൾ FE റെഗുലേഷൻ 80 പറയുന്നത്. പക്ഷേ നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്തായാലും മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, അതിൻ്റെ റേറ്റ് കുറക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ നമ്മൾ ആർട്ടിക്കിൾസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തതിനേക്കാട്ടിലും കൂടുതൽ റേറ്റ് കൂട്ടാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വോയിഡായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. ആറാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ പെയ്ഡ് അപ്പേലിൻ്റെ മുകളിലാണ് ഫൈനൽ ഡിവിഡൻറ്റ് കൊടുക്കുക. ഏഴാമത്തെ പോയിന്റ് കാൾസിൻ്റെ അഡ്വാൻസിൻ്റെ മുകളിൽ ഫൈനൽ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റില്ല. സെക്ഷൻ 51 അതിനെ പറ്റി പറയുന്നത്. അതിലൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തേക്ക് നമുക്ക് പോകാം. ഇൻ്ററിം ഡിവിഡൻറ്റ്. അടുത്തതായിട്ടുള്ള ഇൻ്ററിം ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻറ്റ് ഡിക്ലെയർ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഫൈനൽ ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡാണ് ചെയ്യുന്നത്. ഇവിടെ അവർക്ക് തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി എപ്പോഴൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണേ. ഡ്യൂരിങ് ഫിനാൻഷ്യൽ ഇയർ, ഒന്നുകിൽ ഫിനാൻഷ്യൽ ഇയറിൽ പറ്റും, അല്ല ഓർ പീരിയഡ് ബിറ്റ്വീൻ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ഡേറ്റ് ഓഫ് AGM. അതായത് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് AGM ആകുന്നതിൻ്റെ മുമ്പിൽ, അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയതിനു ശേഷം AGM വരെയുള്ള ഡേറ്റിൻ്റെ അടിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇൻ്ററിം ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ബിറ്റ്വീൻ 2 AGM, 2 AGMൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്ററിം ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നാലാമത് പോയിന്റ് പറഞ്ഞ് ഇൻ്ററിം ഡിവിഡൻറ്റ് അപ്രൂവ്ഡ് ബൈ മെമ്പേഴ്സ് ഇൻ സബ്സിക്വൻറ്റ് ജനറൽ മീറ്റിംഗ് ആഫ്റ്റർ ഡിക്ലറേഷൻ. അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെമ്പേഴ്സ് എന്ത് ചെയ്യും, ജനറൽ മീറ്റിങ്ങിന് അപ്രൂവ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻ്ററിം ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യും, ഒന്നെങ്കിൽ ഡ്യൂറിങ് ഫിനാൻഷ്യൽ ഇയർ, അല്ലാന്നുണ്ടെങ്കിൽ പീരിയഡ് ബിറ്റ്വീൻ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് ഡേറ്റ് ഓഫ് AGM. അതായത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് AGMൻ്റെയും ഇടയിലുള്ള സമയത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിറ്റ്വീൻ 2 AGM, 2 AGMൻ്റെ ഇടയിൽ എന്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്ററിം ഡിവിഡൻറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ മതി, അപ്രൂവ് ചെയ്താൽ മതി എന്നാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത പോയിന്റ് കണ്ടീഷൻസ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. സെക്ഷൻ 123 അതിനെ പറ്റി പറയുന്നത്. കണ്ടീഷൻസ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള കണ്ടീഷൻസ് സെക്ഷൻ 1, 2, 3 മറക്കണ്ട. അതിൽ ആദ്യത്തെ പറഞ്ഞത് സോഴ്സ് ഓഫ് ഡിക്ലറേഷൻ. Profit after providing depreciation as per Schedule 2 of current financial year or previous financial year or financial year remaining undistributed or out of both. അതായത് ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം ഉള്ള പ്രോഫിറ്റ് ആസ് പെർ ഷെഡ്യൂൾ 2 അനുസരിച്ച് ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് കറൻറ്റ് ഇയർ പ്രോഫിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ റിമൈനിങ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് അൺഡിസ്ട്രിബ്യൂട്ടായി കിടക്കുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോത്ത്, അല്ലെങ്കിൽ എല്ലാം. പ്രോഫിറ്റ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ ആസ് പെർ ഷെഡ്യൂൾ 2 ഓഫ് കറൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ റിമൈനിങ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഔട്ട് ഓഫ് ബോത്ത്. അടുത്തത് എമൗണ്ട് ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ പേഴ്സൺസ് ഓഫ് എനി ഗ്യാരണ്ടി ഗിവൺ ബൈ ഇറ്റ്. ഗവൺമെൻറ് ഗ്യാരണ്ടി തന്ന ഏത് തുകയുടെ മുകളിൽ, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് തന്ന ഏത് തുകയുടെ മുകളിലും എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കമ്പനി മേ ട്രാൻസ്ഫർ എനി എമൗണ്ട് ടു റിസർവ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ്. അതായത് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്ത് റിസർവിലേക്ക് ക്യാഷ് മാറ്റി വെക്കാൻ പറ്റും. ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ മതി, ഡിവിഡൻ്റായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അല്ല പ്രോഫിറ്റ് മൊത്തം
ഡിവിഡൻ്റായി കൊടുക്കണമെന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ്, പ്രീവിയസ് ഇയർ ലോസസ് ബ്രോട്ട് ഫോർവേഡ് ഡിപ്രിസിയേഷൻ ടു ബി സെറ്റ് ഓഫ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. എന്തെങ്കിലും പ്രീവിയസ് ഇയർ ലോസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം, മൂന്നാമത്തെ ഒന്നുകൂടി പറയുകയാണ്, പ്രീവിയസ് ഇയർ ലോസസ് ആൻഡ് ബ്രോട്ട് ഫോർവേഡ് ഡിപ്രിസിയേഷൻ ടു ബി സെറ്റ് ഓഫ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. അതായത് പ്രീവിയസ് ഇയറിൽ എന്താ പറയുക, ലോസ് അത് ക്യാരി ഫോർവേഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ നാലാമത്തെ പോയിന്റ് പറയാണ്, കമ്പനി കനോട്ട് ഡിക്ലെയർ ഡിവിഡൻഡ് ഇഫ് ഹാസ് ഡിഫാൾട്ടഡ് ഇൻ കംപ്ലൈയിങ് സെക്ഷൻ 73 കണ്ടീഷൻ ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് പ്രൊഹിബിഷൻ ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. സെക്ഷൻ 74 റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റിംഗ് ബിഫോർ കമ്മൻസ്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ 73 കമ്പനി ഡിഫാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേമാതിരി സെക്ഷൻ 74 കമ്പനി ഡിഫാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കണ്ടീഷൻ ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് പ്രൊഹിബിഷൻ ഫോർ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ഉള്ള കണ്ടീഷനിൽ എന്തെങ്കിലും അവർ ഡിഫാൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സെക്ഷൻ 74 പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ബിഫോർ കമ്മൻസ്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് 2013. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം, അഞ്ചാമത്തെ പോയിന്റിലോട്ട്. ഡിവിഡൻഡ് ക്യാൻ പെയ്ഡ് ടു രജിസ്റ്റേർഡ് ഹോൾഡർ ഓഫ് ഷെയർ ഓർ ഓർഡർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ബാങ്കേഴ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡറിൻ്റെ ഓർഡറിനനുസരിച്ച് എന്ത് ചെയ്യാം, അവർ പറയുന്നത് കൊടുക്കാം, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കേഴ്സിന് എന്ത് ചെയ്യാം, ബാങ്കിലോട്ടും ഡിവിഡൻഡ് ഇടാം എന്നാണ് ഇവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ആറാമത്തെ പോയിന്റ്, ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഓൺ ക്യാഷ് മോഡ് നോട്ട് ഇൻ കൈൻഡ് ബൈ ചെക്ക് ഓർ ഡിവിഡൻഡ് വാറൻറ്റ് ഓർ ഇലക്ട്രോണിക് ക്ലിയറൻസ് സിസ്റ്റം. അതായത് ക്യാഷ് മോഡിലായിരിക്കണം ഡിവിഡൻഡ് കൊടുക്കേണ്ടത്, കൈൻഡായിട്ട് പറ്റൂല. തേങ്ങയും മാങ്ങയും ഒന്നും ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ പറ്റൂല എന്നാണ് ഇവിടെ പറഞ്ഞത്, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അതൊന്നെങ്കിൽ ചെക്കായിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻഡ് വാറൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇ സി എസ് ആയിട്ടോ കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഏഴാമത്തെ പോയിന്റ്, എമൗണ്ട് ഓഫ് ഡിക്ലെയർ ഡിവിഡൻഡ് ടു ബി ട്രാൻസ്ഫേർഡ് ടു എ സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ട് വിത്തിൻ 5 days ഓഫ് ഡിക്ലറേഷൻ. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത എമൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഏഴാമത്തെ പോയിന്റ് പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. കണ്ടീഷൻസ് ഫോർ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് സെക്ഷൻ 123 ആണ് പറഞ്ഞത്. സോഴ്സ് ഓഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്താ പറയുക, അതായത് ഷെഡ്യൂൾ 2 പ്രകാരം ഡിപ്രിസിയേഷൻ എടുത്ത് കുറച്ചതിന് ശേഷം പ്രീവിയസ് ഇയറിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോത്തോ അല്ലെങ്കിൽ കറൻറ്റ് ഇയറിലോ ഒക്കെ ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഗ്യാരണ്ടി ചെയ്തത് പേഴ്സൺസ് വേണി ഗ്യാരണ്ടി ഗവൺമെൻറ് അവരെന്തെങ്കിലും ഗ്യാരണ്ടി തന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, കമ്പനി മേ ട്രാൻസ്ഫർ എനി എമൗണ്ട് ടു റിസേർവ്സ് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ കയ്യിലുള്ള പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം റിസർവിലോട്ട് മാറ്റിയതിന് ശേഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ മതി. മൂന്നാമത്തെ, എന്തെങ്കിലും പ്രോഫിറ്റ് ആൻഡ് എന്തെങ്കിലും ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ മതി. അതേപോലെ തന്നെ കമ്പനി സെക്ഷൻ 73, 74 ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കമ്പനികൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതേമാതിരി കമ്പനി റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ബിഫോർ കമ്മൻസ്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട്, അതും സെക്ഷൻ 74 ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല. 5ാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ ഡിവിഡൻഡ് ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അവരെ ഓർഡർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ചോ അവർ പറയുന്ന ഇതിനനുസരിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരെ ബാങ്കിലേക്ക് എന്ത് ഇട്ട് കൊടുക്കാം. 6ാമത്തെ പോയിന്റ് പറയുന്നത് ക്യാഷ് മൂഡിലേ കൊടുക്കാൻ പാടുള്ളൂ. ചക്കയും മാങ്ങയായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ക്യാഷ് മൂഡായിട്ട് ചെക്ക് വഴിയോ അല്ലെങ്കിൽ ഡിവിഡൻഡ് വാറൻ്റ് ആയിട്ടോ ഇലക്ട്രോണിക് ക്ലിയറൻസ് സിസ്റ്റം ECS ആയിട്ടോ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. 7ാമത്തെ പോയിന്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ അത് ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് മാറ്റണം. ഇനി നമുക്ക് അടുത്തത് ഗവൺമെൻറ് കമ്പനി നോട്ട് വാണ്ട് ടു ട്രാൻസ്ഫർ ഡിക്ലെയർ ഡിവിഡൻഡ് ടു ഷെഡ്യൂൾഡ് ബാങ്ക്. സെക്ഷൻ 123 subsection 4 not applicable to government company entire paid up capital held by central government, state government or jointly both and which has not defaulted in filing annual return or financial statement with ROC. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റും സെൻട്രലും ജോയിൻ്റ് ആയിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികൾ അവർ ആനുവൽ റിട്ടേൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ROCയുമായിട്ട് കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യേണ്ട, ഈ ഷെഡ്യൂൾഡ് ബാങ്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഗവൺമെൻറ് കമ്പനിയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് UDA സെക്ഷൻ 124 ആണ്. ഡിവിഡൻഡ് ടു ബി പെയ്ഡ് വിത്തിൻ 13 days ഓഫ് ഡിക്ലറേഷൻ. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് മാറ്റണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അതെന്ത് ചെയ്യും, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് സെക്ഷൻ 127 അതിനെപ്പറ്റി പറഞ്ഞത്. ഇഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് പെയ്ഡ് or claimed within 13 days of declaration, it transferred to UDA in the next 7 days. ഈ 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് പെയ്ഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 7 ദിവസത്തിനുള്ളിൽ അത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് ആ ഡിവിഡൻഡ് മാറ്റണം. കമ്പനി ഹാസ് ടു പ്ലേസ് എ സ്റ്റേറ്റ്മെൻറ്റ് in the website of company and any other website approved by central government within 19 days of transfer to UDA, consisting of name of shareholder, last known address, amount payable to each shareholder. കമ്പനി എന്ത് ചെയ്യണം, പ്ലേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ വെബ്സൈറ്റ് ഓഫ് കമ്പനി. കമ്പനീൻ്റെ വെബ്സൈറ്റിൽ കമ്പനിയുടെ വെബ്സൈറ്റിലും അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത വെബ്സൈറ്റിലും നെയിം ഓഫ് ഷെയർ ഹോൾഡർ, അതേമാതിരി അവരുടെ അഡ്രസ്സ്, എമൗണ്ട് പേയബിൾ ടു ഈച്ച് ഷെയർ ഹോൾഡർ, ഓരോ ഷെയർ ഹോൾഡർ എത്ര കൊടുക്കാനുള്ളത്, അതും എന്ത് ചെയ്യണം വിത്തിൻ 90 days ഓഫ് ട്രാൻസ്ഫർ ടു UDA ക്യാഷ് മാറ്റിയതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കമ്പനി അവരുടെ വെബ്സൈറ്റിലും ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത വെബ്സൈറ്റിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ നെയിം, അവരുടെ അഡ്രസ്സ്, എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിക്കണം. അതാണ് 3ാമത്തെ പോയിന്റ് പറഞ്ഞത്. 4ാമത്തെ പോയിന്റ്, ഇഫ് ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റിമെയിൻസ് UDA ഫോർ 7 years ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. ഡിവിഡൻഡ് 7 years UDA അക്കൗണ്ടിൽ കിടക്കും. 7 വർഷം UDA അക്കൗണ്ടിൽ കിടക്കും. അതിനുശേഷം അത് IEPF അക്കൗണ്ടിലോട്ട് മാറ്റും, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്. അടുത്ത, ഷെയർ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ ഡിവിഡൻഡ് ഹാസ് ബീൻ പെയ്ഡ് ക്ലെയിംഡ് ഫോർ കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയർ വിൽ ആൾസോ ബി ട്രാൻസ്ഫേർഡ് ടു IEPF. അതായത് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയും 7 വർഷം അയാൾ ഒരു ഡിവിഡൻറ്റും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, IEPFക്ക് ആ ഡിവിഡൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതായത് എല്ലാ വർഷവും കമ്പനി ഡിക്ലെയർ ചെയ്യാറുണ്ട് ഡിവിഡൻറ്റ്. പക്ഷേ ആ 7 വർഷം
എന്ത് ചെയ്തിട്ടില്ല, ഇയാൾ ഒരു ഡിവിഡൻറ്റും ആ 7 വർഷത്തിനുള്ളിൽ ഒരു ഡിവിഡൻറ്റും അയാൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അത് മുഴുവൻ എന്ത് ചെയ്യും, EPFക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതുപോലെ ഇഫ് കമ്പനി ഫെയിൽസ് ടു ട്രാൻസ്ഫർ ടു UDA വിത്തിൻ 7 days ഇറ്റ് വിൽ ഹാവ് ടു പേ ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം. കമ്പനി UDAയിലേക്ക് 7 ദിവസത്തിൽ മാറ്റണമെന്ന് പറഞ്ഞ് അതിൽ കമ്പനി ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 12% പെർ ആനത്തിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഷെയർ ഹോൾഡർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇത് പെർ ആനമാണ്. എത്ര ദിവസമാണോ ഡിഫാൾട്ട് ചെയ്യുന്നത് ആ ദിവസത്തിൻ്റെ എമൗണ്ട്, അതായത് 5 days ആണെങ്കിൽ 5 / 365 ചെയ്തിട്ട് 12% കാണുക. ആ എമൗണ്ടാണ് ഇൻട്രസ്റ്റ് ആയി കൊടുക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം നമുക്ക്. പെനാൽറ്റി ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വിത്തിൻ 13 days ഓഫ് ഡിക്ലറേഷൻ. ഡിവിഡൻഡ് 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റി ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വിത്തിൻ 13 days ഓഫ് ഡിക്ലറേഷൻ, സെക്ഷൻ 127. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും കമ്പനി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വരുന്ന പെനാൽറ്റിയെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. സെക്ഷൻ 127 അതിനെ പറ്റി പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഡയറക്ടേഴ്സ് ഹു ആർ നോവിംഗ്ലി എ പാർട്ട്ലി ടു ഡിഫാൾട്ട്. ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണോ ഡിഫാൾട്ട് ചെയ്തത് അവർക്ക് ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years, അതേപോലെ തന്നെ ആൻഡ് ഫൈൻ മിനിമം 1000 പെർ ഡേ ആണ് 1000. ഇത് ഏതൊക്കെ ഡയറക്ടേഴ്സാണോ നോവിംഗ്ലി എ പാർട്ടി ടു ഡിഫാൾട്ട്, ആർക്കൊക്കെ ഇത് ഡിഫാൾട്ട് ചെയ്യാൻ പറ്റി അറിയും അവരെല്ലാവർക്കും ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years, ഫൈൻ മിനിമം 1000 പെർ ഡേ. അതേമാതിരി ഇനി കമ്പനി ഈസ് ലയബിൾ ടു പേ 18% ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. കമ്പനി ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് ഓഫ് 18% പെർ ആനം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെനാൽറ്റി ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വിത്തിൻ 13 days ഓഫ് ഡിക്ലറേഷൻ. 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ഹു ഡിഫാൾട്ടഡ് അവർക്ക് ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years, അതുപോലെ തന്നെ ഫൈൻ മിനിമം 1000 പെർ ഡേ, കമ്പനി 18% പെർ ആനം ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അടുത്തിലോട്ട് പോകാം. സിറ്റുവേഷൻ നോട്ട് അട്രാക്റ്റ് 127. ഈ പെനാൽറ്റി അട്രാക്റ്റ് ചെയ്യാതെ വരുന്നതിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, വെൻ നോൺ പേയ്മെൻറ്റ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ലോ. അതായത് നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട കാരണമാണ് ഈ അവർക്ക് ഡിക്ലെയർ ചെയ്ത മുപ്പീസിന് കൊടുക്കാൻ പറ്റാത്തത് എന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല, അത് പെനാൽറ്റി വരില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. വെൻ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ഗിവൺ എനി ഇൻസ്ട്രക്ഷൻ ഓർ എനി ഡയറക്ഷൻ റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ഗിവൺ എനി ഇൻസ്ട്രക്ഷൻ ഓർ എനി ഡയറക്ഷൻ റിഗാർഡിംഗ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, സച്ച് ഇൻസ്ട്രക്ഷൻ കുഡ് നോട്ട് ബി കംപ്ലൈഡ്, ദ സെയിം ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും ഡയറക്ഷൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്, അത് അവർ കംപ്ലൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഷെയർ ഹോൾഡേഴ്സുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അവർക്ക് പെനാൽറ്റി വരില്ല. ഇനി അടുത്തത്, വെൻ ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ഈസ് ലോഫുള്ളി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് എനി എമൗണ്ട് റിസീവബിൾ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും പെനാൽറ്റിയോ ഒക്കെ ആയിട്ട് കമ്പനിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി എമൗണ്ടാണ് കൊടുത്തതെങ്കിലും എന്താ പറയുക, അവർക്ക് കമ്പനിക്ക് പെനാൽറ്റി വരില്ല. വെൻ ദർ ഈസ് എനി ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ്, അതിൻ്റെ അവകാശത്തിൽ തമ്മിലുള്ള തർക്കം. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡേറ്റ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അതിനും പെനാൽറ്റി വരില്ല. അങ്ങനത്തെ പ്രശ്നം റീസൺ കാരണമാണെങ്കിൽ അതിന് പെനാൽറ്റി ഉണ്ടാവില്ല. അടുത്ത്, വെൻ നോൺ പേയ്മെൻറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫാൾട്ട് ഫ്രം ദ പാർട്ട് ഓഫ് കമ്പനി. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഡിഫാൾട്ടും വന്നിട്ടില്ല,
അങ്ങനെയാണെങ്കിൽ അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടല്ല ഡിഫാൾട്ട് ആയത് എന്നാണെങ്കിലും കമ്പനിക്ക് പെനാൽറ്റി വരില്ല. സെക്ഷൻ 127 അവിടെ അപ്ലിക്കബിൾ ആവില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. സിറ്റുവേഷൻ നോട്ട് അട്രാക്ട് 127. അപ്പോൾ 127 എന്താണെന്ന് ആദ്യം അറിയണം. പെനാൽറ്റിയാണ്, അതായത് ഡയറക്ടേഴ്സിന് 2 വർഷം വരെ തടവും മിനിമം 1000 പെർ ഡേ ഫൈനും കമ്പനിക്ക് 18% പെർ ആനം ഇൻട്രസ്റ്റും കിട്ടുന്ന സെക്ഷനാണ് 127. അത് അട്രാക്റ്റ് ആവില്ല എപ്പോൾ ഒന്നുകിൽ ഓപ്പറേഷൻ ബൈ ലോ കാരണമാണ് എന്താ പറയുക പെനാൽറ്റി വന്നതെങ്കിൽ, പെനാൽറ്റി റീസൺ ആണെങ്കിൽ അത് അവർക്ക് അട്രാക്റ്റ് ആവില്ല. ഓപ്പറേഷൻ ബൈ എനി ലോ ആണെങ്കിൽ പെനാൽറ്റി വരില്ല. അതേമാതിരി ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത് ഷെയർ ഹോൾഡറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി വരില്ല. അതേമാതിരി ഷെയർ ഹോൾഡർ കമ്പനിക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി എമൗണ്ടാണ് കൊടുത്തിട്ടെങ്കിൽ അപ്പോഴും പെനാൽറ്റി കമ്പനിക്ക് വരില്ല. അതേമാതിരി റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻറ്റ്, അതിന് റൈറ്റിൽ തമ്മിൽ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അത് കാരണമാണ് എന്താ പറയുക വൈകിയത് കൊടുക്കാൻ വൈകിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും പെനാൽറ്റി വരില്ല. അതേമാതിരി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിഫാൾട്ട് വന്നിട്ടില്ല, വേറെ പല പ്രശ്നങ്ങളും ആണെങ്കിൽ അപ്പോഴും 30 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെനാൽറ്റി വരില്ല. 127 ആണ് അതിനെപ്പറ്റി പറഞ്ഞത്. അത് ഈ 5 റീസൺ കാരണമാണെങ്കിൽ അവർക്ക് പെനാൽറ്റി ഉണ്ടാവുന്നതല്ല. ഇനി അടുത്ത പോയിന്റിലോട്ട് പോകാം. ഡിവിഡൻറ്റ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ടു ബി കെപ്റ്റ് ഇൻ അബേ. ഒന്നാമത്തെ പോയിന്റ്, ഇഫ് ട്രാൻസ്ഫർ ഡീഡ് ഹാസ് ബീൻ ഡെലിവേർഡ് ടു കമ്പനി ബൈ ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി ബട്ട് കമ്പനി ടു ഫെയിൽ ടു എക്സിക്യൂട്ട് ദ സെയിം. ഒന്നാമത്തെ പോയിന്റ്, ഇഫ് ട്രാൻസ്ഫറർ ഡീഡ് ഹാസ് ബീൻ ഡെലിവേർഡ് ടു കമ്പനി ബൈ ട്രാൻസ്ഫറർ ആൻഡ് ട്രാൻസ്ഫറി ബട്ട് കമ്പനി ഫെയിൽ ടു എക്സിക്യൂട്ട് ദ സെയിം. അതായത് ട്രാൻസ്ഫർ ഡീഡ് കമ്പനിക്ക് സെൻഡ് ചെയ്തു, പക്ഷേ കമ്പനി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഫെയിലായി. അപ്പോൾ എന്ത് ചെയ്യും, അത് ആ സമയത്ത് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, അടുത്ത പോയിന്റ് നോക്കാം. ഡിവിഡൻറ്റ് ഇൻ സച്ച് ഓഫ് ഷെയർസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു UDA ഇഫ് ട്രാൻസ്ഫറർ അതോറൈസസ് ഇൻ റൈറ്റിംഗ്. അപ്പോൾ അത് UDAയിലോട്ട് മാറ്റും. ട്രാൻസ്ഫറർ റൈറ്റിങ്ങിലൂടെ കമ്പനിയെ അറിയിച്ചാൽ അത് UDAയിലോട്ട് മാറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ ബി പെയ്ഡ് ടു ട്രാൻസ്ഫറി, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ. അതെന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫറിക്ക് അപ്പോൾ കൊടുക്കും. എങ്ങനെ, അതായത് ട്രാൻസ്ഫർ ഡീഡ് കമ്പനിക്ക് കൊടുത്തു, പക്ഷേ കമ്പനി അത് ഫെയിലായി. അത് ഈ ട്രാൻസ്ഫറർ റൈറ്റിങ്ങിൽ എഴുതി കൊടുത്താൽ അപ്പോൾ എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫറിക്ക് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് UDAയിലോട്ട് മാറ്റും. പക്ഷേ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യും, അപ്പോഴും സംശയത്തിന് നേരത്തിൽ നിന്ന് ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൂടി പറയാം. ഡിവിഡൻറ്റ്, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ക്യാപ്റ്റൻ അബിൻ സംശയത്തിന് നിലയിൽ വെക്കും. എങ്ങനെ, ട്രാൻസ്ഫറർ ആയിട്ടുള്ള ആൾ ട്രാൻസ്ഫർ ചെയ്ത് കമ്പനിക്ക് സെൻഡ് ചെയ്തു, പക്ഷേ കമ്പനി എക്സിക്യൂട്ടീവിന് ഫെയിൽ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറർ എഴുതി കൊടുത്തു കമ്പനിക്ക്, ഇനി മുതൽ ഇതിൻ്റെ റൈറ്റ് ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും, അത് അവർക്ക് കൊടുക്കുന്നു, കമ്പനി അവർക്ക് കൊടുക്കും, ഡിവിഡൻറ്റ് അവർക്ക് കൊടുക്കും. പക്ഷേ റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം സംശയത്തിന് നേരത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത പോയിന്റ് കിടക്കാം. ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, IEPF. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് IEPF സെക്ഷൻ 124 നമ്മൾ പറഞ്ഞു. അതായത് 7 കൊല്ലം കഴിഞ്ഞാൽ ഈ ഡിവിഡൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ക്ലെയിം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് IEPFക്ക് മാറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ IEPFക്ക് എന്തൊക്കെയാണ് മാറ്റുക, ആ ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നതിനെ പറ്റി ഇനി പറഞ്ഞത് സെക്ഷൻ 125 പറഞ്ഞത്. കണ്ട, ആ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആണ് അതിൻ്റെ ഫണ്ടെല്ലാം ഉപയോഗിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലേക്ക് ആ ഫണ്ട് പോകുന്നത്. ക്രെഡിറ്റ് ടു ദ ഫണ്ട് ഒന്ന് നോക്കാം. എമൗണ്ട് ഇൻ IEPF കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 205C ഓഫ് കമ്പനീസ് ആക്ട് 1956. Amount in UDA plus interest remaining unpaid for 7 years.
നമ്മളിത് നേരത്തെ പറഞ്ഞാണ് ഈ പോയിൻറ്റ് യു ഡി എയിലുള്ള എമൗണ്ട് അതേമാതിരി ഇൻട്രസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് അൺപെയ്ഡ് ആയിട്ട് 7 വർഷം കിടക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും IEPF മാറ്റും. അതേമാതിരി അടുത്തത് അപ്ലിക്കേഷൻ മണി ഡ്യൂ ഫോർ റീഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് റിമൈനിങ് അൺപെയ്ഡ് ഫോർ 7 years. അപ്ലിക്കേഷൻ മണി അതിൻ്റെ റീഫണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും 7 വർഷം വരെ റീഫണ്ടും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ അതും ഈ IEPF മാറ്റും. മെച്യൂർ ഡെപ്പോസിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് റിമൈനിങ് അൺപെയ്ഡ് ഫോർ 7 years. റിഡംഷൻ എമൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് റിമൈനിങ് അൺപെയ്ഡ് ഫോർ 7 years. റിഡംഷൻ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ് പ്ലസ് ഇൻട്രസ്റ്റ് റിമൈനിങ് അൺപെയ്ഡ് ഫോർ 7 years. ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അതേമാതിരി ഡിബെഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് പ്രിഫറൻസ് ഷെയർസ് ഇൻട്രസ്റ്റ് ഒന്നും റെഡീം ചെയ്തിട്ടില്ലെങ്കിൽ 7 വർഷം വരെ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അതും IEPF മാറ്റുന്നതാണ്. അതേമാതിരി ഗ്രാൻഡ് ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും IEPF മാറ്റും. ഡൊണേഷൻ ബൈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബോഡി കോർപ്പറേറ്റ് ഇവർക്ക് കൊടുത്ത ഡൊണേഷൻസും ഉപയോഗിക്കാതെ വെക്കുകയാണെങ്കിൽ അതും IEPF മാറ്റുന്നതാണ്. ഇനി ഇൻകം ഔട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് എമൗണ്ട് ഓഫ് ഷെയർസ് അറൈസ് ഔട്ട് ഓഫ് മെർജർ ബോണസ് ഇഷ്യൂ എക്സെട്ര. Amount received under section 38 subsection 4 any other amount such may be prescribed. ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഈ IEPF ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി എമൗണ്ട് ഇൻ UDA, പ്രൊമോട്ടിംഗ് അവയർനെസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, എഡ്യൂക്കേഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് ഡിസ്ഗോർജ്ഡ് എമൗണ്ട്, പേയ്മെൻറ്റ് ഓഫ് ലീഗൽ എക്സ്പെൻസ്, എനി അതർ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഒന്ന് വായിച്ച് നോക്കുക. യൂട്ടിലൈസേഷൻ ഓഫ് IEPF. പേയ്മെൻറ്റ് ഓഫ് അപ്ലിക്കേഷൻ മണി എമൗണ്ട് ഇൻ UDA, പ്രൊമോഷൻ ഓഫ് അവയർനെസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവയർനെസ്സിന് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി, അതേമാതിരി ലീഗൽ എക്സ്പെൻസ് പേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നെ വേറെ പല പർപ്പസും വേണ്ടി IEPF ക്യാഷ് ഉപയോഗിക്കും. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് സോഴ്സ് ഓഫ് ഇൻ്ററിം ഡിവിഡൻറ്റ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഡിവിഡൻറ്റിനെ പറ്റി ഒരുപാട് പറഞ്ഞു. അതിൻ്റെ സോഴ്സ്, കണ്ടീഷൻസ്, പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അതിന് പെനാൽറ്റി വരുന്ന സെക്ഷനൊക്കെ പറഞ്ഞ് ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻ്ററിം ഡിവിഡൻറ്റിനെ പറ്റിയാണ്. ഇൻ്ററിം ഡിവിഡൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഡിക്ലെയർ ചെയ്യുക. പ്രോഫിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് വിച്ച് ദ ഡിവിഡൻറ്റ് ഈസ് സോട്ട് ടു ബി ഡിക്ലെയർഡ് പറഞ്ഞു. ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് സർപ്ലസ് ആയിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ഓഫ് ക്വാർട്ടർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ്. ഇഫ് കമ്പനി ഹാസ് ഇൻകർഡ് ലോസ് അപ് ടു ദ ക്വാർട്ടർ പ്രിസീഡിങ് ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ, the rate of interim dividend shall not exceed the average of dividend declared in the immediate preceding 3 financial year. ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. അതായത് കമ്പനി ലോസസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് കമ്പനി ഹാസ് ഇൻകേർഡ് എനി ലോസ്, അതായത് ലോസസ് ക്വാർട്ടറിലൊക്കെ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻ്ററിം ഡിവിഡൻറ്റ് ഷാൾ നോട്ട് എക്സീഡ് ദ ആവറേജ് ഓഫ് ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇതിൻ്റെ മുമ്പത്തെ 3 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആവറേജിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, റേറ്റ് മുകളിൽ ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. അതായത് ലോസ് ഈ വർഷം ഈ ക്വാർട്ടറിലൊക്കെ ലോസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രീവിയസ് 3 ഫിനാൻഷ്യൽ ഇയർ എടുക്കുക, അതിൻ്റെ ആവറേജ് ഡിവിഡൻറ്റ് എത്രയാണ് കൊടുത്തത് അതിൻ്റെ ആവറേജ് എടുക്കുക. ആ ആവറേജിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. സർപ്ലസ് ഉണ്ടെങ്കിലാണ് പ്രോഫിറ്റ് സർപ്ലസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കുക. അത് എന്താ പറയുക, കമ്പനിക്ക് ലോസസ്
പ്രോഫിറ്റിൻ്റെ മുകളിലാണ് കൊടുക്കുകയെന്ന് പറഞ്ഞ് ഇനി ലോസ് ആണ് പ്രിസൈഡിങ് ക്വാർട്ടറിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്താ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് ഡിവിഡൻറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ മുകളിൽ ഇൻ്റർം ഡിവിഡൻറ്റ് കൊടുക്കാൻ പാടില്ല. ആവറേജ് വരെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അത് എപ്പോൾ ലോസ് ആണെങ്കിലാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ മുകളിൽ ഇൻ്റർം ഡിവിഡൻറ്റ് സപ്ലൈ ഇതാക്കാം. അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഡിക്ലെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ് ജനറൽ മീറ്റിങ്ങിൽ എന്ത് ചെയ്യുക, മെമ്പേഴ്സ് അപ്രൂവ് ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പ്രൊവിഷൻ ഓഫ് ഫൈനൽ ഡിവിഡൻറ്റ് വിച്ച് ആർ അപ്ലിക്കബിൾ ടു ഇൻ്ററിം ഡിവിഡൻറ്റ്. അതായത് ഫൈനൽ ഡിവിഡൻറ്റ് പ്രൊവിഷൻസ് തന്നെ ചിലതെല്ലാം ഇൻ്ററിം ഡിവിഡൻറ്റും അപ്ലിക്കബിൾ ആണ്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് വിത്തിൻ 13 days ഓഫ് ഡിക്ലറേഷൻ. അതായത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻറ്റ് കൊടുത്തിരിക്കണം. അത് ഇൻ്ററിം ഡിവിഡൻറ്റിനും ഫൈനൽ ഡിവിഡൻറ്റിനും രണ്ടിനും ബാധകമാണ്. അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് ഓഫ് ഡിവിഡൻറ്റ് ടു ബി സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് വിത്തിൻ 5 days ഓഫ് ഡിക്ലറേഷൻ. അതായത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ അത് ഷെഡ്യൂൾഡ് ബാങ്കിലോട്ട് മാറ്റണം. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ടു UDA, അതും ഇൻ്ററിം ഡിവിഡൻറ്റിനും ഫൈനൽ ഡിവിഡൻറ്റിനും അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ 7 വർഷത്തോളം UDAയിൽ കടന്നാൽ IEPF മാറ്റേണ്ടതും അതും ഫൈനലിനും ഇൻ്ററിമിനും ഒരുപോലെ ബാധകമാണ്. ഇനി അടുത്തത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവെന്ന് നമുക്ക് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയാണ് ഇനി പറഞ്ഞത്. കമ്പനി ക്യാൻ ഡിക്ലെയർ ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ഇഫ് ദർ ഈസ് ലോസ് പ്രോഫിറ്റ് ഈസ് ഇൻആഡ്വക്കേറ്റ്. അതായത് പ്രോഫിറ്റോ ലോസും ഒക്കെ ആണെങ്കിൽ, മീൻസ് നല്ല പ്രോഫിറ്റ് ഇല്ല അല്ലെങ്കിൽ ലോസാണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പനി എന്ത് ചെയ്തിരിക്കണം, കമ്പനി ടു കംപ്ലൈ വിത്ത് കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ റൂൾ 3. കണ്ടീഷൻസ് ഓഫ് റൂൾ 3 കമ്പനീസ് റൂൾ 2014, അതിലുള്ള കണ്ടീഷൻസ് എല്ലാം കമ്പനി എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്തിരിക്കണം. അടുത്തത് ഇൻ്ററിം ഡിവിഡൻറ്റ് കനോട്ട് ബി ഡിക്ലെയർ ഔട്ട് ഓഫ് ഫ്രീ റിസർവ്. ഈ ഫ്രീ റിസർവ് എന്ന് ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഫൈനൽ ഡിവിഡൻറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസർവ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറയുകയാണ്, കമ്പനിക്ക് അഡ്വക്കേറ്റ് പ്രോഫിറ്റ് ഇല്ല, അതുപോലെ ലോസ് ആണെന്നൊക്കെ ആണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂൾ 3 കംപ്ലൈ ചെയ്ത് ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. റിസർവ് നിന്ന് ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇൻ്ററിം ഡിവിഡൻറ്റ് ഫ്രീ റിസർവ് നിന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പോയിൻറ്റ്സ് പറയുന്നത്. ഇനി അടുത്തത് കണ്ടീഷൻസ് ഓഫ് റൂൾ 3 ഓഫ് കമ്പനീസ് റൂൾ 2014. ഇതിന് മുമ്പ് പറഞ്ഞു റൂൾ 3 അതായത് കമ്പനിക്ക് അഡ്വക്കേറ്റ് പ്രോഫിറ്റ് ഇല്ല അല്ലെങ്കിൽ കമ്പനി ലോസസ് ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ റിസർവ് എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂൾ 3 കംപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റൂൾ 3 എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കുന്നത്, കണ്ടീഷൻസാണ് നോക്കുന്നത്. കണ്ടീഷൻസ് ഓഫ് റൂൾ 3 ഓഫ് കമ്പനീസ് റൂൾ 2014. ഒന്നാമത്തെ പോയിൻറ്റ്, ആവറേജ് ഓഫ് ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് 3 financial year. If company has not declared dividend in each of immediate 3 preceding financial year, this condition need not to be considered. അതായത് ആവറേജ് ഓഫ് ഡിവിഡൻറ്റ് ഡിക്ലെയർഡ് ഇൻ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് 3 financial year, ഇതിൻ്റെ മുമ്പത്തെ 3 financial ഇയറിൻ്റെ ആവറേജിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീ റിസർവ്ന്ന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിൻറ്റ്, amount to be drawn from free reserve shall not exceed 10% of paid up and free reserve. അതായത് പെയ്ഡ് അപ്പും പ്ലസ് ഫ്രീ റിസർവിൻ്റെയും 10% മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീ റിസർവിന്ന് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിൻറ്റ്, amount in step 2
ഇഫ് എനി ലോസസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 അതായത് എമൗണ്ട് ടു വിഡ്രോൺ ഫ്രീ റിസർവ് ഷാൾ നോട്ട് എക്സീഡ് 10% മുകളിൽ പറ്റില്ല. ലോസ് ആണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, 10% മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. ബാലൻസ് ഇൻ ഫ്രീ റിസർവ് ആഫ്റ്റർ വിഡ്രോവൽ ഷാൾ നോട്ട് ബി ഫാൾ ബിലോ 15% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ഡിവിഡൻഡ് ഫ്രീ റിസർവിന് എടുത്ത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 15% മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ദ ലീസ്റ്റ് ഓഫ് എബോവ് ക്യാൻ ബി വിഡ്രോൺ ഫ്രം ഫ്രീ റിസർവ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായൊരു പോയിൻ്റാണ്. ബാലൻസ് ഇൻ ഫ്രീ റിസർവ് ആഫ്റ്റർ വിഡ്രോവൽ ഷാൾ നോട്ട് ബി ഫാൾ ബിലോ 15% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ഫ്രീ റിസർവിന് എടുത്ത് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ഫ്രീ റിസർവിലെ ബാലൻസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 15% താഴെയിലോട്ട് വരാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. കണ്ടീഷൻസ് ഓഫ് റൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട്, കമ്പനീസ് റൂൾ 2014. ഈ കണ്ടീഷൻസ് എപ്പോഴാണ് വരിക എന്നുള്ളത് ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ റിസർവിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. അതിൽ കണ്ടീഷൻസ് ഒന്നാമത് പോയിൻ്റ് എന്നാൽ 3 ഫിനാൻഷ്യൽ ഇയർ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആവറേജ് അതിൻ്റെ മുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീ റിസർവിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ പോയിൻ്റ് പെയ്ഡ് അപ്പ് ഫ്രീ റിസർവ് അതിൻ്റെ 10% മുകളിൽ ഫ്രീ റിസർവിന് എടുത്തുകൊണ്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. അതേമാതിരി മൂന്നാമത്തെ പോയിൻ്റ് ലോസസ് ആണെങ്കിലും ഇതേ സെയിം തന്നെയാണ്. നാലാമത്തെ പോയിൻ്റ് ഫ്രീ റിസർവിന് എടുത്ത് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഫ്രീ റിസർവിലെ ബാലൻസ് 15% ഓഫ് ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് കുറയാനും പാടില്ല. സിമ്പിൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവരി വൺ.